പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെരുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കുന്നു. വചനത്തെ കൂടുതൽ അറിയുവാനും വചനത്തെ സ്നേഹിക്കുവാനുമായി താമരശ്ശേരി രൂപത മാതൃവേദിയും ഷാലോ ടെലിവിഷനുമായി ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ ആവേശവുമായി പുതിയ പ്രതീക്ഷകളുമായി ഇന്നത്തെ ഈ എപ്പിസോഡിൽ പങ്കെടുക്കുവാനും 3 പുതിയ ടീമുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി ടീം മിഖായേൽ. പേര് മിനി ജോസ്, കക്കയം ഇടവക. പേര് സ്റ്റീന ജസ്റ്റിൻ, കക്കയം ഇടവക. ഇവരെ സഹായിക്കാൻ ഇവരുടെ കൂടെ എത്തിച്ചേർന്നിട്ടുള്ളവരെ പരിചയപ്പെടാം. മഞ്ജു ജോസഫ്, ലിൻസി തോംസൺ, അനിത ജോൺസൺ, സ്റ്റെല്ല ബെന്നി, സോഫി ജോയി. ഇനി നമ്മുടെ രണ്ടാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ. വിനയ തോമസ്, സെന്റ് ജോസഫ് ചർച്ച് ചെമ്പനോട്. റോസി ടോമി, സെന്റ് ജോസഫ് ചർച്ച് ചെമ്പനോട്. ഇവരെ സഹായിക്കുന്ന ഇവരുടെ സപ്പോർട്ടിംഗ് ടീം. സുസിലി മാത്യു, ജാസ്മിൻ ജെയിംസ്, ജെസ്സി ജോൺസൺ, ജി ദേവസ്യ, പൗളിൻ തോമസ്. ഇനി നമ്മുടെ ഗബ്രിയേൽ ടീമിനെ പരിചയപ്പെടാം. അൽഫോൺസ റോബിൻ, സെന്റ് മേരീസ് ചർച്ച് മരിഗിരി വാളൂക്ക്. ഷിജി ജോഷി, സെന്റ് മേരീസ് ചർച്ച് മരിയഗിരി വാളൂർ. ഇവരുടെ സപ്പോർട്ടിംഗ് ടീം. ജിസ്മി ജോബിൻ, നിർമ്മല പ്രിൻസ്, ജി മനീഷ്, മിനി ജോൺസൺ, ജോളി ആന്റണി. ഏതൊരു ക്വിസ് പ്രോഗ്രാമും ക്വിസ് മാസ്റ്ററോട് കൂടിയേ പൂർണ്ണമാകുന്നുള്ളൂ. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ക്വിസ് മാസ്റ്റർ നമ്മുടെ പ്രിയപ്പെട്ട അജി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക് ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. താമരശ്ശേരി രൂപതയിലെ മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നുള്ള മാതാക്കളുടെ നേതൃത്വത്തിലുള്ള വചന പ്രഘോഷണത്തിൻ്റെ പുതിയ ഒരു സംവിധാനം. നമുക്ക് ടീമുകളെ ഒരിക്കൽ കൂടി പരിചയപ്പെടാം. ടീം മിഖായേൽ ഏത് ഇടവകയിൽ നിന്നാണ്? സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കക്കയം. സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കക്കയം. കക്കയത്ത് നിന്ന് നിങ്ങൾ വന്നിരിക്കുന്നത് വിജയിച്ച് തിരിച്ചു പോകാൻ വേണ്ടിയാണ്, അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്, ആണോ? അതെ. ശരി, വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ വിജയങ്ങളും. താങ്ക് യു. ടീം റാഫേൽ ഏത് ഇടവകയിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്? സെന്റ് ജോസഫ് ചർച്ച് ചെമ്പനോട്. ചെമ്പനോട ഇടവകയിൽ നിന്ന് പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലൂടെ വചനം പ്രഘോഷിക്കുവാൻ, അതോടൊപ്പം തന്നെ ഈ മത്സരത്തിൽ വിജയിച്ച് അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടുവാൻ എങ്ങനെയാണ് നിങ്ങൾ ഒരുങ്ങിയത്? വചനം പഠിച്ചപ്പോൾ ആവേശമാണോ മടുപ്പാണോ തോന്നിയത്? നല്ല ആവേശം തോന്നി. നല്ല ആവേശം തോന്നി. ആഴമായിട്ട് തന്നെ പഠിച്ചു. ആഴമായി പഠിച്ചു. പിന്നെ ആഴത്തിൽ വലയിറക്കിയപ്പോഴാണ് വല നിറയെ മീൻ കിട്ടിയത്. നിങ്ങളുടെയും സ്കോർ ഷീറ്റിൽ നിറയെ മീനുകളല്ല പോയിന്റുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിജയം നേരുന്നു. ടീം റാഫേലിനും വിജയാശംസകൾ. ടീം ഗബ്രിയേൽ, വിജയം തേടിയല്ലേ നിങ്ങളും വന്നിരിക്കുന്നത്? അതെ, തീർച്ചയായും. ഏതാണ് നിങ്ങളുടെ ഇടവക? സെന്റ് മേരീസ് ചർച്ച് മരിഗിരി വാളൂക്ക്. വാളൂക്ക് ഇടവക. മാതാവിന്റെ ഗിരിയിൽ വചനത്തിന്റെ അമ്മയായ മാതാവിനോട് കൂടെ ഈ ദിവസങ്ങളിൽ വചനം പഠിച്ചപ്പോൾ ആവേശമാണോ സന്തോഷമാണോ? എന്താണ് നിങ്ങൾക്കുണ്ടായ വികാരം? ആവേശവും ഉണ്ടായിരുന്നു, സന്തോഷവും ഉണ്ടായിരുന്നു. മടുപ്പൊട്ടും ഉണ്ടായിരുന്നില്ല. ഇല്ല. ഇവിടെ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഒന്നുമില്ല,
പക്ഷേ വിജയം മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം, ആണോ? അതെ, തീർച്ചയായും. ടീം ഗബ്രിയലിനും വിജയാശംസകൾ. 3 ടീമുകൾക്കും വിജയം നമുക്ക് നേരാം. പക്ഷേ 2 ടീമുകൾ മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടുകയുള്ളൂ. ഏതെങ്കിലും ഒരു ടീം ഇന്ന് പുറത്ത് പോകേണ്ടി വരും. പക്ഷെ അവർ പുറത്തു പോകുന്നത് ഹൃദയം നിറച്ച് വചനം സൂക്ഷിച്ച, വചനം നിറച്ച ചെപ്പുമായിട്ടായിരിക്കും. അതുകൊണ്ട് ആർക്കും ദുഃഖിക്കേണ്ടതില്ല. മത്സരത്തിലേക്ക് ആദ്യ റൗണ്ട് ടീം മിഖായലിനോടാണ് ആദ്യത്തെ ചോദ്യം. 1ാം റൗണ്ട് ആരംഭിക്കുന്നു. വചനം തിരുവചനം റൗണ്ട്. വചനം തിരുവചനം റൗണ്ടിൽ ഓരോ ടീമിനോടും ഓരോ ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിനും 30 മാർക്ക്. മൈനസ് മാർക്ക് ഇല്ല. ശരിയായ ഉത്തരം നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സപ്പോർട്ടിംഗ് ടീം നിങ്ങളെ സഹായിക്കും. ശരി ഉത്തരം സപ്പോർട്ടിംഗ് ടീം പറഞ്ഞാൽ നിങ്ങളുടെ ടീമിന് 20 വിലയേറിയ പോയിന്റുകൾ ലഭിക്കും. നിങ്ങളും പരാജയപ്പെട്ടാൽ ആ ചോദ്യം തൊട്ടടുത്ത ടീമിലേക്ക് പാസ് ചെയ്യപ്പെടുകയും ആ ടീം ശരി ഉത്തരം പറഞ്ഞാൽ 10 പോയിന്റുകൾ അവർക്ക് നൽകുകയും ചെയ്യും. ഓരോ ചോദ്യത്തിനും ഓരോ ടീമിനും പറയാനുള്ള സമയം 30 സെക്കൻഡുകളായിരിക്കും. ശ്രദ്ധിക്കുക, ആദ്യം പറയുന്ന ഉത്തരം ശരി ഉത്തരമായി പരിഗണിക്കപ്പെടും. ക്യൂസ് മാസ്റ്റർ നിങ്ങളുടെ നിങ്ങളുടെ ബോധ്യത്തെ പരീക്ഷിക്കാൻ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് വരും. നിങ്ങൾക്ക് ബോധ്യമുള്ളതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ക്യൂസ് മാസ്റ്റർ ചോദിച്ചതിൻ്റെ പേരിൽ അയ്യോ തെറ്റിപ്പോയി എന്നൊന്നും പറഞ്ഞ് നിങ്ങളുടെ ഉത്തരം മാറ്റാതിരിക്കുക. ശരിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഉറച്ചു തന്നെ നിൽക്കുക. ശ്രദ്ധിക്കുക, സപ്പോർട്ടിംഗ് ടീമിനും ഉത്തരം പറയുവാൻ 30 സെക്കൻഡുകൾ, പാസ് ചെയ്തു വരുന്നതിന് 10 സെക്കൻഡുകൾ മാത്രം. നിങ്ങളെ സഹായിക്കുവാനാണ് സപ്പോർട്ടിംഗ് ടീം അവിടെ ഇരിക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കണം, അനുവദിക്കപ്പെട്ട സമയങ്ങളിൽ മാത്രമേ നിങ്ങൾ സഹായിക്കാൻ പാടുള്ളൂ. അനവസരത്തിലെ സഹായം നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ദുഃഖം നൽകിയേക്കാം. നിങ്ങൾ അനവസരത്തിൽ സഹായിച്ചാൽ ഇവരുടെ പോയിന്റുകൾ വെട്ടിക്കുറയ്ക്കുന്നതായിരിക്കും. നേരെ തിരിച്ചും ഇവിടെ നിൽക്കുന്ന നിങ്ങൾ അവരെയും സഹായിച്ചേക്കരുത്. യെസ്, നമുക്ക് ക്വിസിലേക്ക് പ്രവേശിക്കാം. വചനം തിരുവചനം റൗണ്ടിലെ ആദ്യ ചോദ്യം ടീം മിഖായലിനോടാണ്. ചോദ്യം ശ്രദ്ധിക്കുക. യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടുപോയി. അപ്പോൾ യേശു അവരോട് പറഞ്ഞത് എന്ത്? സുവിശേഷത്തിലുള്ള ഉത്തരം പറയുക. നിങ്ങൾ കൂടി ആലോചിച്ച് ഉത്തരം പറയുക. ആദ്യം പറയുന്ന ഉത്തരമായിരിക്കും പരിഗണിക്കപ്പെടുന്നത്. ഞാനാണ് ഭയപ്പെടേണ്ട. ഞാനാണ് ഭയപ്പെടേണ്ട. ടീം മിഖായേൽ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. 30 മാർക്ക് സ്കോർ ഷീറ്റിൽ എഴുതി ചേർത്തിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ടീം റാഫേൽ അപ്പം വർദ്ധിപ്പിച്ചു കഴിഞ്ഞ് വിശുദ്ധ കുർബാനയെപ്പറ്റി യേശു പഠിപ്പിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. സ്വന്തം ശരീരം എങ്ങനെ ഭക്ഷണമായി നൽകാൻ സാധിക്കും? കുറേ ആളുകൾ യേശുവിനെ വിട്ടുപോയി. പിന്നീട് ഒരിക്കലും അവർ യേശുവിൻ്റെ കൂടെ നടന്നില്ല. തൻ്റെ മുന്നിൽ നിൽക്കുന്ന 12 പേരോടുമായി യേശു ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിഷ്യന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശിമിയോൻ പത്രോസ് മറുപടി പറഞ്ഞു. എന്ത് മറുപടിയാണ് ശിമിയോൻ പത്രോസ് പറഞ്ഞത്? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ, ഞങ്ങൾ എങ്ങോട്ട് പോകാനും? യെസ്, കുറച്ചും കൂടി ഒന്ന് കൃത്യമാക്കി പറയാമോ? ശരിയായ ഉത്തരമാണ്. കർത്താവേ, നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ, ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ്? യെസ്, ഉത്തരം ആശയം ശരിയായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മാർക്ക് നൽകുകയാണ്. ശരിയായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലാണുള്ളത്. എങ്കിലും ആദ്യ റൗണ്ട് ആയതുകൊണ്ട്, മാതാക്കളുടെ ക്യൂസ് ആയതുകൊണ്ട്, മാതാക്കൾ കരുണയുള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് 30 മാർക്കുകൾ അവാർഡ് ചെയ്യുന്നു. അഭിനന്ദനങ്ങൾ. ടീം ഗബ്രിയേൽ
തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു. അവൻ പറഞ്ഞത് എന്ത്? തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു. കൂടി ആലോചിച്ചതിന് ശേഷം നിങ്ങൾ പറയുക. യെസ്, നിങ്ങളുടെ സമയം പോകുന്നു. ഉത്തരം പറയൂ. ആർക്കെങ്കിലും, ഞാൻ തുടങ്ങി തന്നു. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ഉത്തരം പൂർണ്ണമായില്ല. യെസ്, സപ്പോർട്ടിംഗ് ടീമിന് അറിയാമെങ്കിൽ ആ ഉത്തരം മുഴുമിപ്പിക്കാവുന്നതാണ്. ടീം ഗബ്രിയേലിന് സപ്പോർട്ടിംഗ്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വരട്ടെ. ആ, ജീവന്റെ ജലം എൻ്റെ പക്കലുണ്ട്. ആരിൽ നിന്ന്? എന്നിൽ വിശ്വസിക്കുന്നവന്റെ. ഇവർക്ക് ജീവന്റെ ജലം എന്നിൽ നിന്ന് ലഭ്യമാക്കും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ പൂർത്തിയാക്കുക. സമയം കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ കൂടി എൻ്റെ പക്കൽ വരട്ടെ. അവർക്ക് എന്നിൽ വിശ്വസിക്കുന്നവന്റെ എന്നിൽ വിശ്വസിക്കുന്നതിന് എന്നിൽ വിശ്വസിക്കുന്നവന്റെ നിത്യജീവന്റെ വചസ്സുകൾ എന്നിലുണ്ട്. എന്നിൽ നിന്നും ചോദ്യം പാസ് ചെയ്യുകയാണ്. ടീം മിഖായിലേക്ക് പാസ് ചെയ്യപ്പെടും. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ശരിയായ ഉത്തരമാണ് ടീം മിഖായിൽ പറഞ്ഞിരിക്കുന്നത്. ടീം മിഖായിലിന് 10 പോയിന്റുകൾ നൽകുന്നു. ടീം ഗബ്രിയേൽ ചോദ്യത്തിന്റെ ആദ്യ ഭാഗം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ക്യൂസ് മാസ്റ്ററുടെ പ്രത്യേക വിവേചന അധികാരം ഉപയോഗിച്ച് 10 മാർക്കുകൾ നൽകുന്നു. വചനം തിരുവചനം റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. 3 ടീമുകളുടെയും അക്കൗണ്ടിൽ സ്കോറുകൾ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. അവർ നേടിയെടുത്തിരിക്കുന്നു. കൃത്യമായ പോയിന്റ് അറിയുന്നതിനായി ജോസ്മിയിലേക്ക്. ജോസ്മി, ആദ്യത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ സ്കോർ നില എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ടീം മിഖായേൽ 40 പോയിന്റ്സ്, ടീം റാഫേൽ 30 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 10 പോയിന്റ്സ്. രണ്ടാം റൗണ്ട് വിഷ്വൽ റൗണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചന ഭാഗം സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ വിഷ്വൽസ് സ്ക്രീനിൽ തെളിയും. നിങ്ങളത് ശ്രദ്ധിക്കുക. ഏത് അധ്യായത്തിൽ നിന്നാണ് ആ ഭാഗം എന്ന് പറയുക. അതിനുശേഷം ഞാൻ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ കൂടി നിങ്ങൾ ഉത്തരം നൽകുക. ശരിയായ ഉത്തരങ്ങൾക്ക് 10 മാർക്ക് വീതം. അങ്ങനെ ആകെ 30 മാർക്കുകൾ നിങ്ങൾക്ക് സമ്പാദിക്കാം. തെറ്റായ ഉത്തരത്തിന് 5 മൈനസ് മാർക്കും ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ തെറ്റായ ഉത്തരം പറഞ്ഞാലും ശരി ഉത്തരം നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീം പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ മൈനസ് പോയിന്റുകൾ ഡിലീറ്റ് ചെയ്യപ്പെടും. സപ്പോർട്ടിംഗ് ടീം പരാജയപ്പെട്ടാൽ തൊട്ട് മുൻ റൗണ്ടിലേതുപോലെ തൊട്ടടുത്ത ടീമിലേക്ക് ചോദ്യം പാസ് ചെയ്യപ്പെടും. അങ്ങനെ ശരി ഉത്തരം ആ ടീം പറഞ്ഞാൽ 5 പോയിന്റുകൾ അവർക്ക് നൽകുന്നതായിരിക്കും. ചോദ്യം റാഫേൽ ടീമിനോട്. റാഫേൽ ടീം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിഷ്വലിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സൂചനകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ചെറിയ സൂചനകൾ നിങ്ങൾക്ക് നൽകും. ടീം സപ്പോർട്ടിംഗ് ടീം മെമ്പേഴ്സ്, നിങ്ങൾ നിശബ്ദരായിരിക്കുക. നിങ്ങൾക്ക് അവസരം വരും. ശരി, സൂചനകൾ വേണ്ട. എന്നാ നിങ്ങൾക്കറിയാം. ശരി, എങ്കിൽ പറഞ്ഞോളൂ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ. Yes, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ. വിശുദ്ധ സുവിശേഷത്തിലെ ആ സുവിശേഷ ഭാഗമാണ് ഈ ചിത്രം അടയാളപ്പെടുത്തുന്നത്. നിങ്ങളുടെ ഉത്തരം ശരിയാവണമെങ്കിൽ
ഏത് അധ്യായത്തിലാണ് എന്നും കൂടി പറയേണ്ടതുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം. ഉത്തരം ശരിയാണ്. 10 പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം. ഈ പാപനിയായ സ്ത്രീയെ, ഈ പാവപ്പെട്ട സ്ത്രീ എന്നുള്ളത് എൻ്റെ വാക്കാണ്, വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതല്ല. പാപനിയായ സ്ത്രീയെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത് ആരൊക്കെ? യഹൂദന്മാർ, നിയമജ്ഞരും. കൃത്യം ബൈബിളിലെ ഉത്തരമാണ് പറയേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴും ആദ്യം പറഞ്ഞ ഉത്തരം ശരിയായ ഉത്തരമായി പരിഗണിക്കപ്പെടും. നിങ്ങൾ എല്ലാ ടീമും ശ്രദ്ധിക്കണം. ആലോചിച്ചതിന് ശേഷം ഉത്തരം പറയാം. സമയം പോകുന്നു. യെസ്, ജനങ്ങളാണ് കൊണ്ടുവന്നത്. ശരി, നിങ്ങളുടെ ഉത്തരം തെറ്റിയിരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിലേക്ക് പോകുന്നു. ശരിയായ ഉത്തരം സപ്പോർട്ടിംഗ് ടീമിന് പറയാവുന്നതാണ്. യഹൂദ പ്രമാണികൾ. ഉത്തരം തെറ്റിയിരിക്കുന്നു. തൊട്ടടുത്ത ടീമിലേക്ക് ചോദ്യം പാസ് ചെയ്യപ്പെടും. 10 സെക്കൻഡുകൾ മാത്രം. നിയമജ്ഞരും ഫരിസേയരും ശരിയായ ഉത്തരമാണ്. ടീം ഗബ്രിയേലിന് 5 പോയിന്റുകൾ ലഭിക്കുന്നു. ടീം റാഫേലിനോടുള്ള മൂന്നാമത്തെ ചോദ്യം. ടീം റാഫേലിന് 5 മൈനസ് മാർക്കുകളും ലഭിക്കുന്നു എന്നുള്ളതും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉത്തരം തെറ്റായതുകൊണ്ടും നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന് ശരിയായ ഉത്തരം നൽകാതിരുന്നതുകൊണ്ടും നിങ്ങളുടെ ടീമിന് 5 മൈനസ് പോയിന്റുകൾ ലഭിക്കുന്നു. നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുക. ചോദ്യം 3. അവൻ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ കൂടെ ചോദിച്ചുകൊണ്ടിരുന്നു, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ എന്തു ചെയ്യണം? മോശയുടെ നിയമം അനുസരിച്ച് ഇവളെ കല്ലെറിയേണ്ടതാണ്. നീ ഒരു ഗുരുവല്ലേ, ഒരു വാക്കുച്ചരിക്കുക. യേശു നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു. എന്താണ് ഈശോ അവരോട് പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവനെ കല്ലെറിയട്ടെ. ഇവനെ, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. നിങ്ങൾ ജെൻഡർ മാറ്റിക്കളയരുത്. അല്പം ഭയപ്പാടുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഒരു വാക്കൊക്കെ മാറിപ്പോകുന്നത്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ പോയിന്റ് കുറയ്ക്കുന്നില്ല. നിങ്ങൾക്ക് 10 മാർക്ക് നൽകുന്നു. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. യേശുവിൻ്റെ ആ വാക്കുകൾ ഇന്ന് ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കട്ടെ. പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ. പക്ഷേ ഇന്ന് എല്ലാവരുടെയും കൈകളിൽ ആദ്യം കല്ലാണ്, പിന്നീടാണ് മറ്റു കാര്യങ്ങൾ. 2 ചോദ്യങ്ങൾ ശരിയായ ഉത്തരം നിങ്ങൾ പറഞ്ഞു. 20 മാർക്ക് ലഭിച്ചു. 5 മൈനസ് മാർക്ക്, 5 മാർക്ക് കുറഞ്ഞു. നിങ്ങൾക്ക് 15 മാർക്കാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ടീം ഗബ്രിയേൽ ഇതിനിടയ്ക്ക് തന്ത്രപൂർവ്വം 5 മാർക്കുകൾ നേടിയെടുത്തിരിക്കുന്നു. അടുത്ത ചോദ്യം നിങ്ങളോടാണ്. ടീം ഗബ്രിയേൽ തയ്യാറാവുക. വിഷ്വൽ പ്ലീസ്. ആ ചിത്രത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സുവിശേഷത്തിന് പുറത്തുനിന്നുള്ള യെസ്, സുവിശേഷത്തിന് പുറത്തുനിന്നുള്ള ഒരു ചോദ്യമാണിത്. വളരെ കൃത്യം. ഇനി മറ്റെന്തെങ്കിലും സൂചന? കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, വിശുദ്ധ പൗലോസിനെ ബന്ധനസ്ഥനാക്കി പ്രത്തോറിയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വിശുദ്ധ പൗലോസിനെ ബന്ധിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ പറയരുത്. കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ തെറ്റുവരാൻ സാധ്യതയുണ്ട്. പാളയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ശരി, നിങ്ങളുടെ ഉത്തരം പൂർണ്ണമാകണമെങ്കിൽ അത് ഏത് പുസ്തകത്തിൽ, ഏത് അധ്യായം എന്നുകൂടി പറയേണ്ടതുണ്ട്. പുസ്തകമേത്? പൗലോസിനെ ബന്ധിച്ച പുസ്തകമേത്? അധ്യായം? അപ്പസ്തോല പ്രവർത്തനം 21-ാം അധ്യായം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 21-ാം അധ്യായം. സമയം തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ശരിയായ ഉത്തരം നൽകി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് 10 പോയിന്റുകൾ ലഭിക്കുന്നു. ടീം ഗബ്രിയേലിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. ബന്ധിക്കുന്നതിന്, വിശുദ്ധ പൗലോസിനെ ബന്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും.
ഏഷ്യയിൽ നിന്നുള്ള യഹൂദർ പൗലോസിനെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് ബഹളമുണ്ടാകുന്നതും പൗലോസിനെ വന്ന് ബന്ധിക്കുന്നതുമെല്ലാം. ചോദ്യം: ഏഷ്യയിൽ നിന്നുള്ള യഹൂദർ പൗലോസിനെ ദേവാലയത്തിൽ കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞത്, രോക്ഷാകുലരായി വിളിച്ചു പറഞ്ഞത് എന്ത്, അല്ലെങ്കിൽ എന്തൊക്കെ? ആരോപണങ്ങൾ ഏവ? അവർ പറഞ്ഞ ആരോപണങ്ങൾ ഏവ? ഇവൻ ഗ്രീക്കുകാരെ വഴിതെറ്റിക്കുന്നു. ഉത്തരം അപൂർണമാണ്, തെറ്റുമാണ്. നിങ്ങളുടെ സമയവും കഴിയുന്നു. സപ്പോർട്ടിംഗ് ടീം, ടീം ഗബ്രിയലിന്റെ സപ്പോർട്ടിംഗ് ടീം ശരിയായ ഉത്തരം നൽകി ടീമിനെ സഹായിക്കുക. അവനെ വധിക്കുക എന്നാണ് ജനങ്ങൾ വിളിച്ചു പറഞ്ഞത്. അതിന്റെ അവർക്കുള്ള എതിരെയുള്ള ആരോപണങ്ങളാണ് ചോദിക്കുന്നത്. അവൻ വിജാതീയരെ വഴിതിരിക്കുന്നു. വിജാതീയരെ വഴിതെറ്റിക്കുന്നു. പിന്നെ ഉത്തരം തെറ്റാണ്. അടുത്ത ടീമിലേക്ക്, ടീം മിഖായിലിലേക്ക് ചോദ്യം പാസ് ചെയ്യപ്പെടും. പറഞ്ഞു. അവൻ യഹൂദരെ വഴിതെറ്റിക്കുകയും ഈ വിശുദ്ധ പറഞ്ഞു. ദേവാലയം. നിങ്ങൾ സമയത്തിനുള്ളിൽ പറയണം. 10 സെക്കൻഡുകൾ മാത്രമാണ് നിങ്ങളുടെ സമയം. അവസാനത്തെ നിമിഷമാണ് നിങ്ങൾ തുടങ്ങിയത്. അതുകൊണ്ട് 10 സെക്കൻഡിനുള്ളിൽ തന്നെ ഉത്തരം പറയാനായിട്ട് ശ്രദ്ധിക്കും. ടീം റാഫേൽ. യഹൂദരെ വഴിതെറ്റിക്കുന്നു. വിജാതീയരെ ദേവാലയത്തിൽ പ്രവേശിപ്പിച്ച് നമ്മുടെ ദേവാലയം അശുദ്ധമാക്കുന്നു. ഉത്തരങ്ങൾ അപൂർണമാണ്. ജനത്തിനും നിയമത്തിനും, ശ്രദ്ധിക്കുക, ജനത്തിനും നിയമത്തിനും ഈ സ്ഥലത്തിനും, ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ദേവാലയത്തിനും എതിരായി എല്ലായിടത്തും ആളുകളെ പഠിപ്പിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട ആരോപണം. രണ്ടാമത്തെ ആരോപണം, ഇവൻ ഗ്രീക്കുകാരെ ദേവാലയത്തിൽ കൊണ്ടുവന്നു. ഈ റൗണ്ടിൽ ആദ്യമായി ക്വിസ് മാസ്റ്റർക്ക് പോയിന്റ് ലഭിക്കുന്നു. ടീം അംഗങ്ങൾക്കോ സപ്പോർട്ടിംഗ് ടീമിനോ പോയിന്റ് കിട്ടിയിട്ടില്ല. ഈ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ എപ്പിസോഡുകളിൽ ആദ്യത്തെ സംഭവമാണിത്. ക്വിസ് മാസ്റ്റർക്ക് ഒരു പോയിന്റ് കിട്ടുന്നത്. യെസ്. അടുത്ത ചോദ്യം കൂടി ടീം ഗബ്രിയലിനോട്. നഗരത്തിൽ വെച്ച് നേരത്തെ അവനോടൊപ്പം എഫേസോസുകാരനായ ഒരുവനെ അവർ കണ്ടിരുന്നു. പൗലോസ് അവനെയും ദേവാലയത്തിൽ കൊണ്ടുവന്നിരിക്കും എന്ന് വിചാരിച്ചാണ് അവർ ഇതാ ഒരു ഗ്രീക്കുകാരനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കിയത്. അവർ ഉദ്ദേശിക്കുന്ന പൗലോസിന്റെ കൂടെ നഗരത്തിൽ വെച്ച് കണ്ട ആ വ്യക്തി ആരാ? ചോദ്യം ടീം ഗബ്രിയലിനോട്. തെറ്റിപ്പോയ മൈനസ് മാർക്ക് ഉണ്ടോ? സംശയം എന്താണ്? തെറ്റിയാൽ മൈനസ്, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും. മനാസോൻ. മനാസോ. മനാസോ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിലേക്ക് പോകും. ഉറക്കെ പറയും. ദേത്തൂസ്. 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 ടീം മിഖായിലിലേക്ക് ചോദ്യം പാസ് ചെയ്യപ്പെടും. ത്രോഫാനോസ്. ട്രോഫാനോസ്. ഉത്തരം തെറ്റാണ്. അല്പം ശരി അവിടെ ഉണ്ട്. എങ്കിൽ കൂടിയും ഫാദർ അജിക്ക് പകരം മറ്റൊരു അക്ഷരം കൂട്ടിച്ചേർത്താൽ ആകെ പോയില്ലേ? അന്നമ്മയെ നമുക്ക് ചിന്നമ്മയെ എന്ന് വിളിക്കാൻ പറ്റുമോ? എസ്തഫാനോസ്. എസ്തഫാനോസ് അല്ല. എങ്കിൽ ദാ വീണ്ടും ക്വിസ് മാസ്റ്റർക്ക് പോയിന്റുകൾ ലഭിക്കുന്നു. ക്വിസ് മാസ്റ്റർക്കാണ് പോയിന്റുകൾ. എങ്കിലും മറ്റേതെങ്കിലും സപ്പോർട്ടിംഗ് ടീമിന് ശരി ഉത്തരം അറിയാമെങ്കിൽ പറയാവുന്നതാണ്. ട്രോഫിമോസ്. ട്രോഫിമോസ് ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരമാണ്. കറക്റ്റ് ആൻസർ. ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഒരു നല്ല കയ്യടി അവർക്ക് കൊടുക്കാവുന്നതാണ്. കയ്യടി മാത്രമേ ഉള്ളൂ, പോയിന്റ് ഇല്ല. ടീം ഗബ്രിയലിന് വിഷ്വൽ റൗണ്ടിലെ 3 ചോദ്യങ്ങൾ. ആദ്യ ചോദ്യം ശരിയായ ഉത്തരം നിങ്ങൾ നൽകി, 10 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു. പിന്നീടുള്ള 2 ചോദ്യങ്ങളും നിങ്ങളുടെ ഉത്തരവും തെറ്റിപ്പോയി.
സപ്പോർട്ടിംഗ് ടീമിനും നിങ്ങളെ സഹായിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് 10 മൈനസ് മാർക്കുകൾ കൂടി ലഭിക്കുന്നു. കിട്ടിയ പോയിന്റുകൾ മൈനസ് കൊണ്ടുപോയി, വന്നതിതാ മൈനസ് പിടിച്ചുകൊണ്ടുപോയി. സാരമില്ല, എങ്കിലും നിങ്ങൾക്ക് തൊട്ട് മുമ്പ് കിട്ടിയ പോയിന്റിൽ നിന്ന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ആശ്വസിക്കാം. ടീം മിഖായിലേക്ക് വരും. ടീം മിഖായിൽ, വിഷ്വൽ റൗണ്ടിൽ അടുത്ത ചോദ്യം നിങ്ങളോടാണ്. റെഡിയാണ് എന്ന് വിചാരിക്കുന്നു. റെഡിയാണോ? റെഡിയാണ്. മുഖത്ത് ആത്മവിശ്വാസം തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കട്ടെ. വിഷ്വൽ പ്ലീസ്. എന്തെങ്കിലും സൂചനകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വിഷ്വൽ മനസ്സിലായെങ്കിൽ വിഷ്വൽ ക്ലോസ് ചെയ്യുക. എന്തെങ്കിലും സൂചനകൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സൂചനകൾ വേണ്ട. നിങ്ങൾക്ക് മനസ്സിലായി? മനസ്സിലായെന്ന് തോന്നുന്നു. യെസ്, എങ്കിൽ നിങ്ങൾക്ക് ഉത്തരം പറയാം. ഏതാണ് ആ സംഭവം? ബെത്സൈദയിലെ രോഗശാന്തി. ബെത്സൈദയിലെ രോഗശാന്തി. നിങ്ങൾക്ക് ഉത്തരം പകുതി ശരിയായിട്ടുണ്ട്. മാർക്ക് കിട്ടണമെങ്കിൽ ഏത് അധ്യായത്തിലാണ് എന്നും കൂടി പറയും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 10 പോയിന്റുകൾ ലഭിക്കുന്നു. ആശ്വാസമാണ്. മൈനസ് പോയിന്റ് രക്ഷപ്പെട്ടിരിക്കുന്നു. ദാ വരുന്നു പുറകെ രണ്ടാമത്തെ ചോദ്യം. സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് തളർവാദ രോഗി പറഞ്ഞ മറുപടി എന്ത്? ആലോചിച്ച് നിങ്ങൾ ചിന്തിച്ച് മാത്രം പറയുക. കർത്താവെ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. യെസ്, ബാക്കിയും കൂടെ. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. മറ്റൊരുവൻ കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. ബെത്സൈദ കുളം. ഇടയ്ക്ക് ദൂതൻ വന്ന് ഇളക്കുമ്പോൾ ആദ്യം കുളത്തിൽ ഇറങ്ങുന്നവൻ രക്ഷപ്പെടും. തളർവാദ രോഗിക്ക് എങ്ങനെ അവിടെ ചെന്നിറങ്ങാൻ പറ്റും? അവൻ്റെ കൂടെ ആരുമില്ല, അവൻ ഒറ്റയ്ക്കാണ്. ഈ പാവ മനുഷ്യനെയാണ് യേശു സുഖപ്പെടുത്തുന്നത്. അവൻ്റെ വിലാപമാണ് അവൻ യേശുവിനോട് പറഞ്ഞത്. അതാണ് ഉത്തരമായിട്ട് ഇപ്പോൾ ടീം മിഖായേൽ പറഞ്ഞിരിക്കുന്നത്. വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല, ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. ടീം മിഖായേലിന് വീണ്ടും 10 പോയിന്റുകൾ കൂടി. മൂന്നാമത്തെ ചോദ്യം. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ യേശു പറഞ്ഞത് എന്ത്? ഇതാ, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. എന്തിനാണ് ഭയപ്പെടുന്നത്? കൂടുതൽ മോശമായതൊന്നും മാറ്റി പറയണമെന്നുണ്ടോ? ഇല്ല. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. മേലിൽ പാപം ചെയ്യരുത്. മാറ്റി പറയാൻ ഞാൻ അനുവാദം തരും. പക്ഷേ നിങ്ങൾ ശരി ഉത്തരമാണ് പറഞ്ഞതെങ്കിൽ പിന്നെ നിങ്ങൾ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പോയി. യെസ്, ടീം മിഖായേലിന് വീണ്ടും 10 പോയിന്റുകൾ കൂടി. അവർ ഈ റൗണ്ടിലെ 30 പോയിന്റുകളും കരസ്ഥമാക്കിയിരിക്കും. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലെ 2 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ 3 ടീമുകളും അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുവാനുള്ള ശക്തമായ പോരാട്ടത്തിലാണ്. കൃത്യമായ പോയിന്റുകൾ ജോസ്മിയിലേക്ക്. 2 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ പോയിന്റ് നില എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ടീം മിഖായേൽ 70 പോയിന്റ്സ്, ടീം റാഫേൽ 45 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 15 പോയിന്റ്സ്. 70, 45, 15. ഇനിയും 3 റൗണ്ടുകൾ കൂടി ബാക്കിയുണ്ട്. ഏറ്റവും താഴെ നിൽക്കുന്ന ടീമിനും മുന്നിലെത്താനുള്ള അവസരങ്ങൾ ഇനിയും ധാരാളം. മത്സരം തീവ്രതയോടെ തന്നെ മുന്നോട്ട് പോകാം. മൂന്നാമത്തെ റൗണ്ട്, റാപ്പിഡ് റൗണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വേഗം അനിവാര്യമായ റൗണ്ട്. വേഗത്തിൽ ചിന്തിക്കണം, വേഗത്തിൽ ഉത്തരം പറയണം, വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. 1 മിനിറ്റ് മാത്രം.
5 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 6 മാർക്ക് വീതം. 1 മിനിറ്റാണ് നിങ്ങളുടെ സമയം. ഓരോ ചോദ്യത്തിനും 12 സെക്കൻഡുകളെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. ശ്രദ്ധിക്കുക, 1 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസരമില്ല. അറിയാവുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയുക, അറിയില്ലെങ്കിൽ പാസ് പറയും. നിങ്ങൾ 30 മാർക്കുകൾ നേടിയാൽ 5 ഉത്തരങ്ങളും ശരിയായി പറഞ്ഞാൽ ക്വിസ് മാസ്റ്ററുടെ വക 10 ബോണസ് പോയിന്റുകൾ. അങ്ങനെ 40 മാർക്കുകൾ നേടാനുള്ള സുവർണ അവസരം നേടിയെടുക്കുക. ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ടീം ഗബ്രിയേൽ, നീറോയുടെ കാലത്ത് റോമിൽ സംഭവിച്ച കുപ്രസിദ്ധമായ തീപിടുത്തം നടന്ന വർഷം? 1964 ജൂലൈ 14. തെറ്റായ ഉത്തരം. മതമർദ്ദന കാലത്ത് വിശ്വാസത്യാഗം ചെയ്തവരെ വിളിച്ചിരുന്ന പേര്? ലാപ്സി. ശരിയായ ഉത്തരം. ആദ്യമായി ക്രിസ്തീയ മുദ്രയോടുകൂടി നാണയമിറക്കിയ റോമൻ ചക്രവർത്തി? കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. ശരിയായ ഉത്തരം. നോട്ടർദാം കത്തീഡ്രൽ ഏത് രാജ്യത്ത്? ഔട്ട് ഓഫ് സിലബസ്. ഔട്ട് ഓഫ് സിലബസ്. അബി ജോൺസൺ എന്നയാളുടെ മാനസാന്തരം ഇതിവൃത്തമാക്കിയ സിനിമ ഏത്? അറിയില്ല. യെസ്, ഉത്തരം നിങ്ങൾക്കറിയില്ല. 5 ചോദ്യങ്ങൾ നിങ്ങളോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓരോ ചോദ്യത്തിൻ്റെയും ശരിയായ ഉത്തരങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തെറ്റിച്ചു കളഞ്ഞു. 1964 അല്ല, AD 64. ശരിയാക്കാവുന്നൊരു ചോദ്യമായിരുന്നു. രണ്ടാമത്തെ ഉത്തരം ശരിയാണ്, ലാപ്സി. മൂന്നാമത്തെ ഉത്തരവും ശരിയാണ്, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ആദ്യമായി ക്രിസ്തീയ മുദ്രയോടുകൂടി നാണയമിറക്കിയത്. നാലാമത്തെ ചോദ്യം, നോട്ടർദാം കത്തീഡ്രൽ എവിടെ? എങ്ങനെ ഔട്ട് ഓഫ് സിലബസ് ആകും? സൺഡേ ഷാലോമും നമ്മുടെ സിലബസിൽ ഉൾപ്പെട്ടിരുന്നു. നാലാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം പാരീസ്. അബി ജോൺസൺ എന്നയാളുടെ മാനസാന്തര കഥ ഇതിവൃത്തമാക്കിയ സിനിമ അൺപ്ലാൻഡ്, ഗർഭചിത്രത്തിനെതിരെയുള്ള ജീവനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അമേരിക്കയെ ഇപ്പോൾ മെല്ലെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ, ഒരു പ്രോ ലൈഫ് സിനിമ. നിങ്ങൾക്ക് ഈ റൗണ്ടിൽ 12 പോയിന്റുകൾ ലഭിക്കുന്നു. അഭിനന്ദനം. ടീം മിഖായേൽ, റാപ്പിഡ് റൗണ്ടിലെ അടുത്ത ചോദ്യം നിങ്ങളോടാണ്. തയ്യാറാണ്? ചോദ്യം 1. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. വിശുദ്ധ കുരിശ് കണ്ടെത്തിയത് ആര്? ഹെലേന രാജ്ഞി. ശരിയായ ഉത്തരം. സഭയെ മാതാവെന്ന് ആദ്യമായി വിളിച്ചത് ആര്? പോൾ ആറാമൻ. തെറ്റായ ഉത്തരം. സഭ ആദ്യമായി വിഭജിക്കപ്പെട്ടത് എന്ന്? ജെറുസലേം കൗൺസിൽ. തെറ്റായ ഉത്തരം. ക്രിസ്തു വിബിത്. ആരെക്കുറിച്ച് ആർക്കു വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ അപ്പസ്തോലിക പ്രബോധനമാണ്? പാസ്. അടുത്ത ചോദ്യം, ലൊറേറ്റ മരിയൻ തീർത്ഥാടന കേന്ദ്രം ഏത് രാജ്യത്താണ്? നിങ്ങളുടെ ചോദ്യങ്ങൾ 5ഉം കഴിഞ്ഞിരിക്കുന്നു. ശരിയായ ഉത്തരങ്ങൾ ഞാൻ പറയാം, ശ്രദ്ധിക്കും. വിശുദ്ധ കുരിശ് കണ്ടെത്തിയത് ഹെലേന രാജ്ഞി, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ. ശരിയായ ഉത്തരം. 6 മാർക്ക്. സഭയെ മാതാവെന്ന് ആദ്യമായി വിളിച്ചത് ലയൺസിലെ ക്രൈസ്തവർ. പക്ഷെ പറഞ്ഞത് മാറിപ്പോയി. 6 മാർക്കുകൾ നഷ്ടമായി. സഭ ആദ്യമായി വിഭജിക്കപ്പെട്ടത് 431 എഫേസോസ് സൂനകദോസിൽ വെച്ചാണ്. ജെറൂസലേം കൗൺസിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുകയാണ് ചെയ്തത്. വ്യത്യസ്ത അഭിപ്രായക്കാരെ, പരിച്ഛേദനം വേണമെന്ന് പറഞ്ഞവരെയും വേണ്ടെന്ന് പറഞ്ഞവരെയും കൂട്ടിയോജിപ്പിച്ച് ഒരുമയോടുകൂടി സഭ മുന്നോട്ട് പോയ കൗൺസിലാണ് ആദ്യത്തെ കൗൺസിൽ, ജെറൂസലേം കൗൺസിൽ. അടുത്ത ചോദ്യം, ക്രിസ്തു വിവിധ്. ക്രിസ്തു ജീവിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ യുവജനങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി, അവരെ കുറിച്ച് എഴുതിയ അപ്പസ്തോലിക പ്രബോധനം. ലൊറേറ്റോ മരിയൻ തീർത്ഥാടന കേന്ദ്രം ഇറ്റലിയിലാണ്. നിങ്ങൾക്ക് 6 മാർക്കുകൾ മാത്രമേ ലഭിക്കുന്നു. ഒരു ഉത്തരം മാത്രമേ നിങ്ങൾ ശരിയാക്കിയിട്ടുള്ളൂ. 6 മാർക്കുകൾ. ടീം മിഖായേൽ 6 മാർക്കുകൾ നേടും.
റാപ്പിഡ് റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ടീം റാഫേലിനോടാണ്. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നു. സമയം ആരംഭിക്കുന്നു. സെപ്റ്റംബർ 24 മാതാവിൻ്റെ ഏതു തിരുനാൾ? കാരുണ്യമാതാവ്. ശരിയായ ഉത്തരം. മറിയത്തെ സുവിശേഷ പ്രഘോഷണ താരം എന്ന് വിളിച്ചത് ആര്? ജോൺ ബോൾ പാപ്പ. ജോൺ ബോൾ പാപ്പയാണ്. ലോകത്തെ മുഴുവൻ മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചത് ആര്? പോളാറാമൻ മാർപ്പാപ്പ. തെറ്റായ ഉത്തരം. ബെൻഡിക്. കർദിനാൾ മാൽക്കം രഞ്ജിത്ത് എവിടുത്തെ ആർച്ച് ബിഷപ്പാണ്? പാസ്. യേശുവിനെ പൊതിഞ്ഞതെന്ന് കരുതപ്പെടുന്ന തിരുക്കച്ച സൂക്ഷിച്ചിരിക്കുന്നത് എവിടെ? ടെലി. ഇറ്റലിയിലെ സ്ഥലം കൂടി പറയും. പറഞ്ഞോളൂ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. ഉത്തരം തെറ്റാണ്. ഓർത്തോണ കത്തീഡ്രൽ. ടീം റാഫേൽ 2 ഉത്തരങ്ങൾ ശരിയായി നൽകിയിരിക്കുന്നു. കാരുണ്യമാതാവ്. 2 ജോൺ ബോൾ സെക്കൻഡ്. ലോകത്തെ മുഴുവൻ മാതാവിന്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചത് പ്രതിഷ്ഠിച്ചത് പിയൂസ് 12-മനാണ്. കർദിനാൾ മാൽക്കം രഞ്ജിത്ത് കൊളംബോയിലെ ആർച്ച് ബിഷപ്പാണ്. യേശുവിനെ പൊതിഞ്ഞതെന്ന് കരുതപ്പെടുന്ന കച്ച ഇറ്റലിയിലെ ടൂറിൻ. ആ കച്ചയുടെ പേര് തന്നെ അങ്ങനെയാണ്, ടൂറിനിലെ കച്ച എന്നാണ് അറിയപ്പെടുന്നത്, ദ ഷ്രൗഡ് ഓഫ് ടൂറിൻ. അപ്പം അതുകൊണ്ട് വളരെ പ്രത്യേകമായി ആ സ്ഥലപ്പേര് പറയേണ്ടതുണ്ട്, എങ്കിലേ നിങ്ങൾക്ക് മാർക്ക് തരാൻ പറ്റുകയുള്ളൂ. ടീം റാഫേലിന് 12 മാർക്കുകൾ ലഭിക്കുന്നു. അഭിനന്ദനം. റാപ്പിഡ് റൗണ്ട് റാപ്പിഡായി അവസാനിച്ചിരിക്കുന്നു. റാപ്പിഡ് റൗണ്ടിൽ 3 ടീമുകളും വളരെ കുറഞ്ഞ പോയിന്റുകൾ മാത്രമേ കരസ്ഥമാക്കിയിട്ടുള്ളൂ. ഇതിനു മുൻ എപ്പിസോഡുകളിൽ കൂടുതൽ പോയിന്റുകൾ നേടിയിട്ടുള്ളത് റാപ്പിഡ് റൗണ്ടിലാണ്. പക്ഷേ ഈ റാപ്പിഡ് റൗണ്ട് റാപ്പിഡായി പോയിന്റുകൾ നേടുന്നതിൽ 3 ടീമുകളും പരാജയപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം 3 ടീമുകളും 3 റൗണ്ടുകൾ പിന്നിടുമ്പോൾ എത്ര പോയിന്റുകൾ നേടിയെന്ന്. ജോസ്മിയിലേക്ക്. വേഗതയോടുകൂടി 3 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ ടീം മിഖായേൽ 76 പോയിന്റ്സ് നേടിയിരിക്കുന്നു. ടീം റാഫേൽ 57 പോയിന്റ്സ്. ടീം ഗബ്രിയേൽ 27 പോയിന്റ്സ്. 3 റൗണ്ടുകൾ അവസാനിക്കുന്നു. 4-ാം റൗണ്ട് സപ്പോർട്ടേഴ്സ് റൗണ്ട്. നിങ്ങളുടെ ടീമുകൾക്ക് വിലയേറിയ 30 പോയിന്റുകൾ സമ്മാനിക്കുവാനുള്ള സുവർണ അവസരം. 2 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുക. ഓരോ ചോദ്യത്തിനും 15 മാർക്ക് വീതം. ആദ്യത്തെ ചോദ്യം ടീം മിഖായേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. 1-ാമത്തെ ചോദ്യം. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയം വരും. അപ്പോൾ സ്വാർത്ഥമോഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും വിശുദ്ധി ഇല്ലാത്തവരുമായ മനുഷ്യർ ഉണ്ടാകും. ഈ ദൈവവചന ഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിൽ നിന്ന് എടുത്തിരിക്കുന്നു? അധ്യായം പറയണ്ട, വാക്യവും പറയണ്ട, ഏത് പുസ്തകത്തിൽ നിന്ന് എടുത്തിരിക്കുന്നു എന്ന് മാത്രം പറയുക. ശരിയായ ഉത്തരമാണെങ്കിൽ 15 മാർക്ക് കിട്ടും. കൂടി ആലോചിച്ച് ഉത്തരം പറയുക. ആദ്യം പറയുന്ന ഉത്തരമാണ് ശരിയായി പരിഗണിക്കപ്പെടുക. തിമോത്തിയോസ് 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. 2-ാം അധ്യായം. രണ്ടാം അധ്യായമോ അല്ലേ? 2 തിമോത്തി. ശരി, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നതിന്റെ പേരിൽ നിങ്ങൾ ഉത്തരം മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യുക. ഉത്തരത്തിൽ ഉറച്ചു നിൽക്കുന്നു എങ്കിൽ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 15 മാർക്കുകൾ ലഭിക്കും. ടീം മിഖായേലിന് വിലയേറിയ 15 പോയിന്റുകൾ ലഭ്യമായിരിക്കും. 2-ാമത്തെ ചോദ്യം നിങ്ങളോട് തന്നെ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഏത് സന്യാസ സമൂഹത്തിൽ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം അറിയാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ഈശോ സഭ അംഗമാണ്. എൻ്റെ ചോദ്യം, ഈശോ സഭ സ്ഥാപിച്ചത് ആര്? സ്റ്റേജിൽ നിൽക്കുന്നവർ എൻ്റെ മുഖത്തേക്ക് നോക്കുക.
വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള എന്നാണ് നിങ്ങൾ ഉത്തരം പറയുന്നത്. ഉത്തരത്തിൽ ഉറച്ചു നിൽക്കുന്നോ? ഉറച്ചു നിൽക്കുന്നു. ഉറച്ചു നിൽക്കുന്നു എന്നാണ് ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീം പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അവരുടെ ടീമിന് നേടിക്കൊടുക്കാവുന്ന ഏറ്റവും സുവർണ അവസരമാണ് ഇപ്പോൾ കൈവന്നിരുന്നത്. അതവർ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. ഉത്തരം ശരിയാണ്. ഭയപ്പെട്ടു പോയി അല്ലേ? യെസ്, ഭയപ്പെടേണ്ട എന്ന് എത്ര വട്ടമാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ഭയപ്പെടേണ്ട. അടുത്ത ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീം വളരെ വില പിടിച്ച 30 പോയിന്റുകൾ ടീം മിഖായലിന് നേടിക്കൊടുത്തിരിക്കുന്നു. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം ചോദ്യം ഇതാണ്: എളിയ സഹോദരൻ പോലും തനിക്ക് ലഭിച്ചിരിക്കുന്ന ഔന്നത്യത്തിൽ അഭിമാനിക്കട്ടെ, ധനവാൻ താഴ്ത്തപ്പെടുന്നതിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ പുല്ലിൻ്റെ പൂവ് പോലെ അവൻ പോകും, അവൻ കടന്നു പോകും. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് ഈ വചനഭാഗം? അധ്യായം പറയേണ്ടതില്ല, വാക്യവും വേണ്ട, പുസ്തകം മാത്രം. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം. ഉത്തരം ഉറപ്പിക്കുന്നു. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. 15 മാർക്ക്. രണ്ടാമത്തെ ചോദ്യം: നവീകരണ നിഷ്പാദക കർമ്മലീത്ത സഭയ്ക്ക് രൂപം കൊടുത്തത് ആര്? ആവിലായിലെ അമ്മ ത്രേസ്യ. കൊച്ചു ത്രേസ്യ അല്ല, അമ്മ ത്രേസ്യ തന്നെ. ആവിലായിലെ അമ്മ ത്രേസ്യ. ഉറപ്പിക്കുന്നു. ശരിയായ ഉത്തരമാണ്. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം വിലയേറിയ 30 പോയിന്റുകൾ ടീമിന് സമ്പാദിച്ചിരിക്കുന്നു. അവർക്ക് അഭിനന്ദനങ്ങൾ. സപ്പോർട്ടേഴ്സ് ടീമിന്റെ അവസാനത്തെ ടീമിലേക്ക് വരികയാണ്. ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീം. അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കുവാനായി പ്രവാചകാത്മാക്കളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ്? വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന്. വെളിപാടിന്റെ പുസ്തകം. സമയത്തിന്റെ ആദ്യ നിമിഷത്തിൽ തന്നെ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഉറപ്പാണല്ലോ അല്ലേ? ടീം ഗബ്രിയേൽ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് 15 പോയിന്റുകൾ ലഭിക്കുന്നു. ടീം ഗബ്രിയേൽ. രണ്ടാമത്തെ ചോദ്യം: പോണ്ടിഫെക്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? പോണ്ടിഫെക്സ് പന്തക്കുസ്ത എന്ന വാക്കിന്റെ അർത്ഥം മറ്റൊന്നാണ്. ഉത്തരം പറയാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്കിനി ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം, പോയിന്റ് കിട്ടുകയില്ല. യെസ്, മറ്റു ടീം അംഗങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാം. പറഞ്ഞു. ബ്രിഡ്ജ് മേക്കർ. എന്തോ? ബ്രിഡ്ജ് മേക്കർ. പാലം പണിയുന്നവൻ. അതാണ് പോണ്ടിഫെക്സ്. ശരിയായ ഉത്തരമാണ്. പക്ഷേ മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല, അഭിനന്ദനം മാത്രം. അഭിനന്ദനങ്ങൾ. സപ്പോർട്ടേഴ്സ് റൗണ്ട് അവസാനിക്കുകയാണ്. 3 സപ്പോർട്ടിംഗ് ടീമുകളും അവരുടെ ടീമുകൾക്ക് കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അടുത്ത റൗണ്ട് മെഗാ ബോണസ് റൗണ്ടാണ്. ഈ റൗണ്ടിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പോയിന്റുകൾ എത്രയാണെന്ന് കൃത്യമായി നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങളുടെ എതിർ ടീമുകളുടെ പോയിന്റുകൾ ഓർത്തിരിക്കേണ്ടതും അനിവാര്യമാണ്. പോയിന്റ് 4 റൗണ്ടുകൾ പിന്നിടുമ്പോൾ ഇപ്പോഴത്തെ സ്കോർ നില പ്രഖ്യാപിക്കുവാൻ നമുക്ക് ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി. സപ്പോർട്ടിംഗ് ടീമിന്റെ സഹായത്തോടുകൂടി നേടിയ പോയിന്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ടീം മിഖായേൽ 106 പോയിന്റ്സ്, ടീം റാഫേൽ 87 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 42 പോയിന്റ്സ്. 106, 87, 42. 3 ടീമുകൾക്കും വിജയിക്കാനുള്ള അവസരവും പരാജയപ്പെടാനുള്ള അവസരവും ഒരുപോലെ നൽകുന്നതാണ് മെഗാ ബോണസ് റൗണ്ട്.
3 പേർക്കും അവസരങ്ങൾ തുല്യമാണ്. നഷ്ടത്തിനുള്ള അവസരവും തുല്യമാണ്. 3 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യത്തിന് 10 മാർക്ക്, രണ്ടാമത്തെ ചോദ്യത്തിന് 15, മൂന്നാമത്തിന് 25. ഉത്തരം തെറ്റിയാൽ തത്തുല്യമായ പോയിന്റുകൾ നിങ്ങൾക്ക് നഷ്ടമാകും. എന്നാൽ ഈ റൗണ്ടിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞു തരും എവിടെ നിന്നാണ് ചോദ്യമെന്ന്. നിങ്ങൾക്ക് അറിയില്ലാത്ത ഭാഗമാണെങ്കിൽ, ആത്മവിശ്വാസ കുറവുള്ള ഭാഗമാണെങ്കിൽ ക്വിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ടീം റാഫേലിനോടാണ്. ടീം റാഫേലിനോട് ചോദിക്കുന്നത് വിജ്ഞാനമുത്തുകൾ ഭാഗത്തു നിന്നാണ്. ക്വിറ്റ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നില്ല. എന്തുകൊണ്ടാണ് ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്? വിജ്ഞാനമുത്തുകൾ പഠിച്ചില്ല, സമയം കിട്ടാണ്ടല്ല. അല്ല, ഇനി എങ്ങാനും പങ്കെടുത്ത് നമ്മുടെ കിട്ടിയ പോയിന്റ് പോകുമെന്നുള്ള പേടിയുണ്ട്. 2 ടീം ഉണ്ടായിരുന്നു സെന്റ് ജോസഫ് ചർച്ചില്. ലാസ്റ്റ് വന്നപ്പോ മൈനസ് മാർക്ക് നോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഫസ്റ്റ് വന്ന് ഞങ്ങൾ ഡൗൺ ആയിപ്പോയി, അതുകൊണ്ട് കിറ്റ് ചെയ്യുക. യെസ്, മുന്നിൽ നിന്ന ടീം ഇത് അവസാനം വന്നപ്പോൾ താഴേക്ക് പോയി. നിങ്ങൾ അതുകൊണ്ട് ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ? യെസ്, ടീം റാഫേൽ ഫൈനൽ റൗണ്ടിലെ മെഗാ ബോണസ് റൗണ്ട് പ്രയോജനപ്പെടുത്തുന്നില്ല. അവര് ബുദ്ധിപരമായ തീരുമാനമാണ് എടുത്തതെന്ന് അവർ വിചാരിക്കുന്നു. അവരുടെ തീരുമാനം തീർച്ചയായിട്ടും ക്വിസ് മാസ്റ്റർ വിലമതിക്കുന്നു. ഈ റൗണ്ടിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുന്നു. ടീം ഗബ്രിയേൽ, നിങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കൊരു സുവർണാവസരമാണ്, മുന്നോട്ട് പോകാനുള്ള സുവർണാവസരം. നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? പ്രൊസീഡ് ചെയ്യാനോ ക്വിറ്റ് ചെയ്യാനോ? എവിടെ നിന്നാണ് ചോദ്യം എന്നറിയണ്ടേ? വിജ്ഞാനമുത്ത്. നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്നു, പ്രൊസീഡ് ചെയ്യുന്നു? മുന്നോട്ട് പോവാ. യെസ്, മുന്നോട്ട് പോവുക. മലബാറിലെ അമ്മമാരൊക്കെ എപ്പോഴും മുന്നോട്ട് പോകുന്ന തീരുമാനമെടുക്കുന്നവരാണ്. ശരി, ദാ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം. ഞായറാഴ്ച പൊതു അവധിയായി പ്രഖ്യാപിച്ച ചക്രവർത്തി ആര്? കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. വിലയേറിയ 10 പോയിന്റുകൾ ടീം ഗബ്രിയേൽ കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ടീം ഗബ്രിയേലിനോട്. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. ചോദ്യം ഇതാണ്, വിജ്ഞാനമുത്തുകൾ എന്നുള്ള ചോദ്യമാണ്. അപ്പസ്തോലിക പിതാക്കന്മാർ ആര്? സ്ലീഹന്മാരുടെ കാലഘട്ടത്തിന് അവസാനമായിട്ടും 1-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്തും ജീവിച്ചിരുന്ന ക്രൈസ്തവ ഗ്രന്ഥകാരന്മാരുമാണ് അപ്പസ്തോലിക പിതാക്കന്മാർ. ഒന്നുകൂടെ നിങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ട്, കൃത്യമായിട്ട് പറയുക. സ്ലീഹന്മാരുടെ കാലഘട്ടത്തിന് അവസാനത്തോടും ശരി, 1-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുമായി ജീവിച്ചിരുന്ന ക്രൈസ്തവ ഗ്രന്ഥകാരന്മാരാണ് അപ്പസ്തോലിക പിതാക്കന്മാർ. യെസ്, നിങ്ങളുടെ സമയമായി. എനിക്കതിന് നിങ്ങൾക്ക് മാർക്ക് തരാൻ പറ്റുകയില്ല. നിങ്ങളൊരു പക്ഷേ അല്പം അവധാനതയോടെ ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ശരിയാകുമായി. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും അങ്ങനെയാണ് പറയേണ്ടത്. ബാക്കിയൊക്കെ ശരിയാണ്, ഒരു ചെറിയ തെറ്റ്. പക്ഷേ മെഗാ ബോണസ് റൗണ്ടാണ്. നിങ്ങൾക്ക് 15 മാർക്കുകൾ നഷ്ടമാകും. വിഷമിക്കേണ്ടതില്ല. ശരിയായ ഉത്തരം സ്ലീഹന്മാരുടെ കാലഘട്ടത്തിനോടടുത്ത് 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും ജീവിച്ചിരുന്ന ഗ്രന്ഥകാരന്മാരാണ് അപ്പസ്തോലിക പിതാക്കൻ. അതാണ് ശരിയായ ഉത്തരം. ടീം ഗബ്രിയേലിന് 15 പോയിന്റുകൾ നഷ്ടമാകും. ടീം മിഖായേൽ, അടുത്ത ചോദ്യം നിങ്ങളോടാണ്. വിജ്ഞാനമുത്തുകൾ എന്നാണ് ചോദ്യം. പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യും? പ്രൊസീഡ് ചെയ്യും, പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. ചോദ്യം, സെപ്റ്റംബർ 15 പരിശുദ്ധ മാതാവിൻ്റെ ഏത് തിരുനാളാണ് ആഘോഷിക്കുന്നത്?
വ്യാകുല മാതാവ്. വ്യാകുല മാതാവ്. നിങ്ങളുടെ ഉത്തരം ശരിയായ ഉത്തരമാണ്. 10 മാർക്ക് കൂടെ ലഭിക്കുന്നു. അടുത്ത ചോദ്യം 15 മാർക്കിൻ്റെതാണ്. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നോ ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കും. യെസ്. ചോദ്യം: എക്യുമെനിക്കൽ പാത്രിയർക്കീസ് എന്നറിയപ്പെടുന്നത് ആര്? കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസ്. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസ്. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. 15 മാർക്കുകൾ കൂടി നേടിയപ്പോൾ 25 മാർക്ക് നേടിയിരിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം 25 മാർക്കിന്റെ ചോദ്യമാണ്. കിട്ടിയാൽ 25 മാർക്ക് കൂടെ നിങ്ങൾക്ക് ലഭിക്കും. നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് 25 തെറ്റിയാൽ, ഉത്തരം തെറ്റിയാൽ 25 മാർക്കുകൾ നഷ്ടമാകും. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നോ ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. നിങ്ങളുടെ തീരുമാനത്തെ ഞാൻ അംഗീകരിക്കുന്നു. യെസ്. അടുത്ത ചോദ്യം: വിശുദ്ധ സിപ്രിയാൻ രക്തസാക്ഷിത്വം വഹിച്ചത് ഏത് ചക്രവർത്തിയുടെ കാലത്ത്? കാലഘട്ടം, ആ ചക്രവർത്തിയുടെ കാലഘട്ടം. 2 ഉത്തരവും ശരിയായി പറഞ്ഞാലേ നിങ്ങൾക്ക് പോയിന്റുകൾ നൽകുകയുള്ളൂ. സമയം ആരംഭിച്ചു. ഗ്രേഷ്യൻ ചക്രവർത്തി. കാലഘട്ടം 6-ാം നൂറ്റാണ്ട്. 6-ാം നൂറ്റാണ്ട്. സമയം കഴിഞ്ഞിരിക്കുന്നു. ഉത്തരം തെറ്റിയിരിക്കുന്നു. നിങ്ങളുടെ അക്കൗണ്ടിൽ ചേർക്കപ്പെട്ട വിലയേറിയ 25 പോയിന്റുകൾ, അതോടൊപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച 1-ാം സ്ഥാനവും നഷ്ടമായിരിക്കുന്നു. 25 പോയിന്റുകൾ നിങ്ങളുടെ സ്കോർ ഷീറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ശരിയായ ഉത്തരം വലേറിയൻ ചക്രവർത്തി. കാലഘട്ടം AD 253-നും 260-നും മധ്യേ. ഇതാണ് ആ ചക്രവർത്തിയുടെ കാലഘട്ടം. നിങ്ങളുടെ ഉത്തരം തെറ്റിയിരിക്കുന്നു. ടി മിഖായലിന് 25 മാർക്കുകൾ കുറയുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെഗാ ബോണസ് റൗണ്ട് പലരുടെയും ഉയർച്ചയ്ക്കും പലരുടെയും താഴ്ചയ്ക്കും കാരണമാകുന്ന റൗണ്ടാണ്. ആരാണിപ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. ജോസ്മിയിലേക്ക്. ജോസ്മി. ആഴത്തിലുള്ള വചന പഠനവുമായി ആ വചനത്തിന്റെ പ്രഘോഷണവുമായി ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 106 പോയിന്റുമായി ടീം മിഖായേൽ. 87 പോയിന്റുമായി ടീം റാഫേൽ 2-ാം സ്ഥാനം നേടിയിരിക്കുന്നു. ടീം ഗബ്രിയേൽ 37 പോയിന്റുകൾ നേടിയിരിക്കുന്നു. ടീം മിഖായലിന് 1-ാം സ്ഥാനം നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ വളരെ അപകടകരമായ ഒരു കളിയാണ് നിങ്ങൾ കളിച്ചത്. നിങ്ങൾക്ക് ആദ്യമേ തന്നെ 1-ാം സ്ഥാനം സുനിശ്ചിതമായിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ റൗണ്ട് ക്വിറ്റ് ചെയ്താലും കുഴപ്പമില്ലായിരുന്നു. തൊട്ട് അടുത്ത ടീം നിങ്ങളോട് ചേർന്നുള്ള പോയിന്റ് ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപകടാവസ്ഥയിലായേനെ. അതുകൊണ്ട് 3-ാം റൗണ്ട് വളരെയേറെ ചിന്തിച്ച് മാത്രം തൊട്ടടുത്ത എതിരാളിയുടെ പോയിന്റുകൾ നോക്കി മാത്രമേ നിങ്ങൾ ഏറ്റെടുക്കാവൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 1-ാം റൗണ്ട് അപകടരഹിതമായി കടന്നുപോയി എങ്കിലും മുന്നോട്ടുള്ള റൗണ്ടുകൾ അങ്ങനെ ആയിരിക്കുകയില്ല. കക്കയത്തുനിന്ന് വന്നിട്ടുള്ള ടീം മിഖായേൽ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ എപ്പിസോഡിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ടീം റാഫേൽ. ചെമ്പനോട ഇടവകയിൽ നിന്നുള്ള ടീം റാഫേൽ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ എപ്പിസോഡിൽ 2-ാം സ്ഥാനവും
അതോടൊപ്പം അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനവും സാധ്യമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. വാളൂക്ക് ഇടവകയിൽ നിന്ന് വന്നിട്ടുള്ള ടീം ഗബ്രിയേൽ തീർച്ചയായും നല്ലൊരു പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചത്. ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരിക്കലും പരാജയത്തിൽ വിഷമിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്യാതെ വചനം ഒരാവേശമായി സ്വീകരിച്ച് വചനം വിതയ്ക്കുന്ന എല്ലാ മേഖലകളിലും പങ്കാളികളായി മാറുക. ടീം ഗബ്രിയേലിനും നിങ്ങളുടെ ഇടവകയ്ക്കും അഭിനന്ദനങ്ങൾ. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൻ്റെ ഒരു എപ്പിസോഡ് കൂടി പൂർത്തിയാകുമ്പോൾ തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിലൊരു നാണയം നഷ്ടപ്പെട്ടാൽ അത് കണ്ടു കിട്ടുന്നതുവരെ വീട് മുഴുവൻ അടിച്ചുവാരി വൃത്തിയാക്കി കണ്ടു കിട്ടുമ്പോൾ നാട്ടുകാരെയും വീട്ടുകാരെയും വിളിച്ചുകൂട്ടി സന്തോഷിക്കുന്ന സ്ത്രീയുടെ ചിത്രം, മാതാവിൻ്റെ ചിത്രം, അമ്മയുടെ ചിത്രം, ദൈവത്തിൻ്റെ സ്ത്രൈണഭാവത്തെ അവതരിപ്പിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞ ഉപമ. ഇതാ ഇവിടെ മാതാക്കളിലൂടെ വചനത്തിൻ്റെ വലിയ അഭിഷേകം, വലിയ വിതയ്ക്കൽ നടക്കുന്നു. പുതിയ സംസ്കാരം രൂപപ്പെടുന്നു. തനിക്ക് കിട്ടിയ വചനത്തിൻ്റെ പങ്ക്, വചനത്തിൻ്റെ നാണയം സന്തോഷപൂർവ്വം പങ്കുവെക്കുന്ന മാതാക്കൾ. താമരശ്ശേരി രൂപതയിലെ മാതൃസംഘവും ഷാലോം ടെലിവിഷനും പുതിയൊരു സംസ്കാരത്തിൻ്റെ പണിപ്പുരയിലാണ്. വചനം പങ്കുവെക്കുന്ന എല്ലാ നിലങ്ങളും നല്ല നിലങ്ങളാക്കി മാറ്റുന്ന, എല്ലാ നിലങ്ങളിലും 100 മേനി ഫലം വിളയിക്കുന്ന പുതിയ സംവിധാനം പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. ആവേശമായി പോരാട്ടത്തിന് ഇന്നിവിടെ അന്ത്യമാകുന്നെങ്കിലും അടുത്ത ആഴ്ച പുതിയ എപ്പിസോഡിൽ പുതിയ ആവേശമായി കണ്ടുകിട്ടിയ നാണയം ആവേശത്തോടെ പങ്കുവെക്കുന്ന അമ്മമാരെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, പരിചയപ്പെടാം. അതുവരെ നിങ്ങൾക്കേവർക്കും ഗുഡ് ബൈ. ഏതു വർഷമാണ് തോമസ് ലീഹ കേരളത്തിൽ വന്നത്? പേർഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മെത്രാപ്പൊലീത്ത ആര്? ഇന്ത്യയിൽ ആദ്യമായി ദിവ്യകാരുണ്യ കോൺഗ്രസ് നടന്നത് എവിടെ? ഈ വിഷയമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ രാവിലെ അതിനായിട്ട് ഇച്ചിരി കൂടുതൽ സമയം എഴുന്നേറ്റിരുന്ന് ബൈബിൾ വായിക്കാനും പഠിക്കാനും ഒക്കെ ഉത്സാഹം കാണിച്ചു. ഇത്രയും വചനം പഠിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇത് കൂടുതൽ അമ്മമാർക്കൊക്കെ ബൈബിൾ വായിക്കാനും, ഇങ്ങനെ ചിലർ പറയുന്നുണ്ട് ഇങ്ങനെ പരിപാടി ബൈബിൾ ക്വിസ് വെച്ചതുകൊണ്ടാണ് പിന്നെ ബൈബിൾ കുറച്ചുകൂടെയൊക്കെ വായിക്കാനും, പൊതുവിജ്ഞാനത്തിലാണെങ്കിലും ഒത്തിരി അറിയേണ്ട കാര്യങ്ങൾ പലരും അറിയാതെ പോകുന്നുണ്ട്. ഈ വിജ്ഞാനമുത്തിലൊക്കെ അത് തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്.